ഇപ്പോൾ ഇത് നമ്മുടെ നാട്ടിലെ മാംഗോസ്റ്റാണ്. ഇനി ഏകദേശം ഒരു 8 വർഷം സമയം കഴിഞ്ഞിട്ടാണ് ഇത് കായ്ച്ചത്. ഇത് സീഡ്ലിംഗ് ആയിരുന്നു, ഗ്രാഫ്റ്റ് ഒന്നുമില്ല. പണ്ടൊരു തൈ മേടിച്ച് വെച്ചാണ്. 8 വർഷമായി. ഇപ്പോൾ ഈ വർഷമാണ് ഏറ്റവും കൂടുതൽ കായ ഉണ്ടായത്. അത്യാവശ്യം നല്ല രീതിയിൽ കായ ഉണ്ടായിരുന്നു, ഒത്തിരി നമുക്ക് വീണുപോയി. ഇപ്പോൾ ഏകദേശം തീർന്നപ്പോഴാണ് നമ്മൾ നാട്ടിൽ വന്നത്. അപ്പോൾ കുറച്ച് നിലത്തിങ്ങനെ വീണ് കിടപ്പുണ്ട്. രാവിലെ നമുക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ച് പെറുക്കിയെടുക്കാം. കണ്ടോ, ഇപ്പോൾ ഇത് പെറുക്കാനാണെങ്കിലും കുറച്ചുണ്ട്. കണ്ടോ, വലിയ കുഴപ്പമില്ല. ഇനി കുറച്ച് പറിക്കാനുമുണ്ട്. നമുക്ക് ഈ നല്ല ഫുള്ളി ബ്ലാക്ക് ആയത് നമുക്ക് പറിക്കാം. ഒരെണ്ണം ഞാൻ ഇത്തിരി മുകളിലാണ്. ഇവൻ ഒന്ന് പറിച്ചെടുത്ത് കഴിക്കാം. കണ്ടോ, ഇതാണ് നമ്മുടെ വീട്ടിലെ മാംഗോസ്റ്റിൻ. മാംഗോസ്റ്റിൻ്റെ ഇവിടെ പുറത്തൊരു പൂ പോലെ ഉണ്ടാവും. ആ പൂ എത്ര എണ്ണം ഉണ്ടോ അത്രയും ചുളകൾ അകത്തുണ്ടെന്നാണ് പറയുന്നത്. ഓരോ പൂവിൻ്റെ നമ്പറുകൾ വ്യത്യാസമായിരിക്കും. നമുക്ക് ഇതൊന്ന് പൊട്ടിക്കാം. നന്നായിട്ട് പഴുത്തായിരിക്കും. ഈ ബ്ലാക്ക് ആയി കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് പഴുത്താണ്ടോ. സംഭവം സൂപ്പർ. നമ്മൾ ന്യൂസിലാൻഡിലൊക്കെ എന്തൊക്കെ സാധനം ചെയ്താലും നാട്ടിൽ വന്നിട്ട് ഈ മാംഗോസിനൊക്കെ തിന്നുന്നതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയാണ്. ട്രോപ്പിക്കൽ ഫ്രൂട്ട് എന്ന് പറഞ്ഞാലല്ലോ, പെർഫെക്റ്റ് സാധനം. നല്ല അടിപൊളി മാംഗോസ്റ്റിൻ. സീഡ്ലിംഗ് ആണ്, ഫുൾ സണ്ണിലാണ് നിൽക്കുന്നത്. പക്ഷേ ഇച്ചിരി ഷെയ്ഡ് ഉണ്ടായിരുന്നത് നന്നായിരുന്നു എല്ലാവരും പറയുന്നു. ഇതിപ്പോൾ ഫുൾ സണ്ണാണ്, എന്നാലും നല്ല രീതിയിൽ കായ്ക്കുന്നുണ്ട്. ഒത്തിരി ചൂട് കൂടുമ്പോൾ ഇലയുടെ തുമ്പൊക്കെ ഒന്ന് ബേൺ ആവും. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി ഷെയ്ഡും കൂടെ കൊടുത്താൽ നന്നായിരിക്കും. അവിടെ ഒരു അമ്പഴം വെച്ചിട്ടുണ്ട്. അമ്പഴം വളർന്നു വരുമ്പോൾ ഇതിന് ഇച്ചിരി ഷെയ്ഡാവും. മാംഗോസ്റ്റിൻ, വീട്ടിലെ മാംഗോസ്റ്റിൻ.